വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് നമ്മളുടെ പെരുന്നാൾ തലേ ദിവസത്തെയും പിന്നെ പെരുന്നാളിൻ്റെ അന്നത്തെയും കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തലേ ദിവസം എല്ലാ പ്രാവശ്യവും നമ്മൾ താത്താടെ അവിടെ പോവും. അതേപോലെ താത്താടെ അവിടേക്ക് വന്നിട്ട് നമ്മുടെ കുറച്ച് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ നോമ്പിൻ്റെ ലാസ്റ്റ് ഡേ ആയ കാരണം കൊണ്ട് കുറച്ച് പൊരിച്ച ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും പെരുന്നാൾ രാവായതുകൊണ്ട് തന്നെ ആ ഒരു വൈബിലാണ്. പെരുന്നാൾ രീതിയിലുള്ള പാട്ടുകളൊക്കെ ടി വിയിലൊക്കെ വെച്ച് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് മൈലാഞ്ചി ഇടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്യാമോ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് എല്ലാവരും ഇവിടെ താത്താടെ അവിടെ ഉണ്ട് കൂടണത്. അപ്പോൾ താത്ത എല്ലാവർക്കും കൊടുക്കാനായിട്ട് സ്പെഷ്യലായിട്ടുള്ള ലോട്ടസ് ബിസ്കഫ് കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതേ കേക്കൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ റുവ ബേബി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ സോഫമ്മേ. അപ്പോൾ ചിയാമൂൻ്റെ ഒരു കളിക്കണത് ഉണ്ടായിരുന്നു, അത് നോക്കിയിട്ട് കിടക്കുകയാണ്. അതിന്മേൽ ലൈറ്റൊക്കെ കത്തണോണ്ട് ഞാൻ റുവാടെ കളിക്കണ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വിട്ടുപോയിട്ടാണ്. അപ്പോൾ അവളിങ്ങനെ അതായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ കുട്ടീസൊക്കെ ടി വിയിൽ ഓരോ കളികൾ കളിക്കുകയാണ്. അപ്പോൾ ടി വിയിൽ ഓരോ ഫുഡ് ഐറ്റംസിൻ്റെയും നെയിംസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഗെയിമൊക്കെ കളിക്കുകയാണ് കേട്ടോ. ഞാൻ ആക്ച്വലി പെരുന്നാൾ രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി മൈലാഞ്ചിയൊക്കെ ഇടും. പക്ഷെ ഇപ്രാവശ്യം മൈലാഞ്ചി ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ തലേ ദിവസം. പിന്നെ റുവ കരച്ചിലൊക്കെ ആയി. പിന്നെ ഫുഡ് കഴിക്കുന്ന ടൈമൊക്കെ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയിട്ടാണ്. അപ്പോൾ എനിക്ക് അന്ന് മൈലാഞ്ചി ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. ഇനി നെക്സ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും, ഈദ് മുബാറക്. അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് നമ്മൾ റെഡി ആയിരിക്കുകയാണ് ഈദ്ഗാഹിന് പോകാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ഈദാണ്. അപ്പൊ ഞങ്ങള് ഇഫിനും ആദ്യമായിട്ടാണ് ഈദ്ഗാഹിൽ പോയിട്ട് പെരുന്നാൾ നിസ്കാരം. ഞങ്ങളെല്ലാരും കൂടിയിട്ട് പോവാണ്. അങ്ങനത്തെ താത്തയും ഫാമിലിയും ഒക്കെ ഉണ്ട്. അപ്പൊ ഇനി കാണിച്ചുതരാം അവിടെ പോയിട്ട്. റാസൽ കൈമ കോർണിഷിൻ്റെ അടുത്തായിട്ടുള്ള ഷെയ്ഖ് സായിദ് മോസ്കിൽ കണ്ടാണ് നമ്മൾ പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഞാൻ ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു സ്പെഷ്യലായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അതും ഞാൻ വരുന്നത് റുവ ബേബിനെ ഇട്ടല്ലേ, അപ്പോൾ അതൊരു വേറെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നതിൽ താത്ത മാത്രമാണ് മുമ്പും ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേ ബോയ്സൊക്കെ ഒരു ഭാഗത്തു കൂടെയും ഗേൾസ് വേറൊരു സൈഡിൽ കൂടെയും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഇതേ എല്ലാവരും നിരന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. പിന്നെ ഇതേ ഇവിടുന്ന് പള്ളി കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മളിവിടെ വരുമ്പോൾ ഈദ്ഗാഹിന് വരുമ്പോൾ തന്നെ ഒരു ഡൗട്ടായിരുന്നു, റുവ ബേബി എങ്ങനെ ഇരിക്കും, കരയോ നിസ്കരിക്കണ ടൈമിൽ അവൾ നല്ല കുട്ടിയായിട്ട് ഇരിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നിസ്കരിക്കുന്ന ടൈമിൽ അവൾ ആ ഒരു നിസ്കാരപ്പായയിൽ കെടുത്തിയിട്ട് നിന്നപ്പോൾ അവളിങ്ങനെ നോക്കുമായിരുന്നു നമ്മൾ എന്താ ചെയ്യണത് എന്നുള്ളതിൽ ഇങ്ങനെ നോക്കിയിട്ട് നല്ല കുട്ടിയായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞതിനൊക്കെ ശേഷം അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ച് നടക്കുന്ന ടൈമിൽ ഈദൊക്കെ ആയതുകൊണ്ട് തന്നെ ഓരോ പാക്ക് ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചിയാമോക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് നടന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴാണ് ആണുങ്ങളെല്ലാവരും വന്നത്.
ഇതും പറക്ക്. അപ്പോൾ എല്ലാവരും എത്തിയതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ആഡാക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം പിന്നെ എല്ലാവരും തിരിച്ചു വീട്ടിൽ പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് പോണ വഴിക്ക് നമുക്ക് എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീനസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടോ. അപ്പോൾ അവിടെ കയറിയിട്ട് എല്ലാവരും ഇഷ്ടമുള്ള ഓരോ ഐറ്റംസ് ഓർഡർ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ മസാല ദോശയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ നമ്മളുടെ മസാല ദോശയും നെയ് റോസ്റ്റും ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. യാമും ആദ്യം ഭൂരിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് വരാൻ കുറച്ച് ലേറ്റായി. അങ്ങനെ നമ്മൾ കഴിച്ചു. അത്ര അടിപൊളിയൊന്നും ഇരുന്നില്ല. ഒരു വയറ് ഫില്ലാവാത്ത പോലത്തെ ടൈപ്പായിരുന്നു മസാല ദോശയും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് കഴിച്ച് ചായയൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീടെത്തിയപ്പോൾ തന്നെ പിന്നെ ഞാൻ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. മൈലാഞ്ചി ഇടാണ്ട് എന്ത് പെരുന്നാളല്ലേ, തലേ ദിവസമാണ് എല്ലാ പ്രാവശ്യം ഇടൽ. ഇപ്രാവശ്യം ബേബിയൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ അന്ന് പള്ളിയിലൊക്കെ പോയി വന്ന കാരണം കൊണ്ട് ബേബി നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ട്. പിന്നെ അതേ നമ്മളുടെ അടുത്ത വീട്ടിലത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവർ നമുക്ക് സ്വീറ്റ് ഐറ്റംസ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രസ്മലായും അതേപോലെ തന്നെ സേമിയ പായസമാണ് കേട്ടോ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. രണ്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഇതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ വീട്ടിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്കും പിന്നെ താത്താടെ അവിടെ പോവാണ്. അവിടെയാണ് പെരുന്നാൾ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് കഴിച്ച് കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ പിന്നെ റെഡി ആയിട്ടാ അവിടെ പോകാനായിട്ട്. അങ്ങനെ നമ്മൾ താത്താടെ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ ഒരുപാട് ഗസ്റ്റൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതേ ഷിയാസലയും വരുമ്പോൾ അരീസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ചെയ്യാമുത 4 സൈഡിലും മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ബേബിക്ക് കാണിച്ചു കൊടുക്കണ്ട. ബേബിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളൊരു സ്പോട്ടാണ് ആ ഒരു എക്വോറിയം. അതിലുള്ള മീനുകളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ ഇതേ അളിയാൻ ഫുഡൊക്കെ വിളമ്പുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം മധുരത്തിനായിട്ട് സേമിയ പായസവും പിന്നെ ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേക്ക് കാണിച്ചെന്നില്ല, ലോട്ടസ് ബിസ്കോഫിൻ്റെ. അപ്പോൾ ആ ഒരു കേക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പായിട്ട് ആണുങ്ങളും അതിന് ശേഷം ഞങ്ങളും എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കേക്ക് കട്ട് ചെയ്യണ്ടാണ് ഞാൻ. അപ്പോൾ നമ്മളെല്ലാവരും ടേസ്റ്റ് ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കേക്കിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം പറയാനില്ലല്ലോ, എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാനുണ്ടാവും. എന്നിട്ട് പിന്നെ നമ്മളെല്ലാവരും കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മളുടെ പെരുന്നാൾ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.